അനുഗ്രഹത്തിന്റെ അധിപതി എന്നുള്ള പാട്ട് പാടാത്ത മനുഷ്യരില്ല. ആ അക്രൈസ്തവരായിരിക്കുന്നവർ പോലും ഈ പാട്ടുകൾ പാടി സന്തോഷിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടുകൾ പാടാത്തവരാരും നമ്മൾ ഇല്ലെന്ന് പറയുമ്പോൾ ഈ പാട്ടിന് പുറകിൽ ഒരു വലിയ ചരിത്രമുണ്ട്, കഠിനമായിരിക്കുന്ന ഒരു വേദനയുടെ ചരിത്രമുണ്ട്. 1946 കാലഘട്ടങ്ങളിൽ നമ്മുടെ കുരിയന്നൂരും തടിയൂരിനും ഇടയ്ക്കായിട്ട് താമസിച്ചിരുന്ന എം.ഇ. ചെറിയൻ സാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്റെ ഒരു മർത്തോമ സഭ വിശ്വാസിയായിരുന്നു. താൻ ബൈബിൾ വായിക്കുകയോ ആരോട്ട് വെക്കുകയോ സുവിശേഷം കേട്ട് ആ വിശ്വാസ സ്നാനത്തിലേക്ക് വന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നുള്ള വചനം തന്റെ ഹൃദയത്തെ കഠിനമായിട്ട് വേദനിപ്പിക്കുകയും അങ്ങനെ തന്റെ മതഭക്തി വിട്ട് പാരമ്പര്യം വിട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, കോട്ടയത്ത് എവിടെയോ ആയിരുന്നു തന്റെ സ്കൂള്. എന്നാൽ അങ്ങനെ താൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവവിളി ഉണ്ടായി. തമിഴ്നാട്ടിലെ മധുര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി എന്റെ വേല ചെയ്യാന്ന് കർത്താവിന്റെ അരുളപ്പാട് താൻ കേട്ടു, തന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടു. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് നിരവധിയായിരിക്കുന്ന കാരണങ്ങളിലും വിട്ടുകളയുന്ന പ്രസംഗം നീണ്ടുപോകും. എന്നാൽ താന് വീട്ടിൽ വന്നു, ഭാര്യ സമേതമായിട്ട് മധുരയ്ക്ക് യാത്രയാകുകയാണ്. തന്റെ ആ ജോലി രാജിവെച്ചു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ചു. 46 കാലഘട്ടങ്ങളിലൊക്കെ ഒരു സ്കൂൾ അധ്യാപനം എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർക്ക് തുല്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അദ്ദേഹം ആ ജോലി എന്നുള്ള വരുമാനവും വേണ്ടെന്ന് വെച്ചിട്ട് തന്റെ ഭാര്യ സഹോദരിയുമായിട്ട് തമിഴ്നാട്ടിലെ മധുരയിൽ സുവിശേഷ വേലയ്ക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി അവിടെ കണ്ണെടുത്താൽ കണ്ടില്ല, ഒരൊറ്റ ക്രിസ്ത്യാനിയെ പോലും ആ ദേശത്ത് കാണുവാനില്ല. എങ്കിലും ദൈവവിളി കേട്ട് അവിടെ ഒരു ചെറിയ ഭവനത്തിൽ ചെന്ന് ഭവനം വാടകയ്ക്കെടുത്ത് താൻ സുവിശേഷ വേല ആരംഭിക്കുകയാണ്. അങ്ങനെ സമയം കടന്നു പോവുകയാണ്. വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും തരികയില്ലെന്ന് അവന്റെ പിതാവ് പറഞ്ഞു. കാരണം നീ ഞങ്ങളെ നാണം കെടുത്തിയിരിക്കുന്നു, നീ സ്നാനമേറ്റത് വഴി ഞങ്ങളുടെ പാരമ്പര്യത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും നീ നാണം വരുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഞങ്ങൾക്ക് നാണമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുമില്ല. അദ്ദേഹം ആരും സഹായിപ്പാനില്ല, ഈ ഭൂമിയിൽ ആരും തനിക്ക് അല്പം പോലും പണം കൊടുത്ത് സഹായിപ്പാനില്ല, കൂടെ കൂട്ടുവാന് ആരുമില്ല. ആ സമയത്ത് തന്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ പ്രസവത്തിനുള്ള സമയമായി. കഠിനമായിരിക്കുന്ന പ്രസവ വേദന, ആരുമില്ല, തുണയ്ക്കായിട്ട് ഒരു പെൺതുണ വേറെ ഇല്ല, 5 പൈസ കയ്യിലില്ല. താൻ വിഷണനായിട്ട് ആ റോഡിലേക്ക് ഇറങ്ങി നിന്നു, എങ്ങനെയെങ്കിലും ഇവളെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആക്കണം. അങ്ങനെ താൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അന്ന് ഓട്ടോറിക്ഷ ഉള്ള കാലമല്ലല്ലോ, ഇതാ ഒരു കാളവണ്ടിയോ കുതിരവണ്ടിയോ വരികയാണ്. അദ്ദേഹം അവരെ കൈ കാണിച്ച് നിർത്തിയിട്ട് തന്റെ അവസ്ഥ പറഞ്ഞു, എന്റെ ഭാര്യയെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകണം, എന്റെ കയ്യിൽ ഇപ്പൊ പണമില്ല, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ പണം എത്തിച്ചോളാന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനായിരുന്നു, ആ റിക്ഷക്കാരന്. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ അയ്യാ, ഞാൻ ഒരു മനുഷ്യൻ എന്തിയോ ഈ വണ്ടിയിലോട്ട് കയറ്റിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്തു. സന്ധ്യാസമയമായപ്പോൾ അവിടുത്തെ ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, രാത്രികാലം ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം കഠിനമായിരിക്കുന്ന വേദനയിലായി. ഇവരുടെ കയ്യിൽ കൊടുക്കാൻ 1 രൂപയില്ല, അവിടെ കൂടെ നിർത്തുവാൻ ഒരു സഹോദരിയും കൂടെ ഇല്ല. അദ്ദേഹം വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഭാര്യയും കൊണ്ട് ഈ നേഴ്സ് അകത്തോട്ടും ഇദ്ദേഹം പുറത്തേക്ക് നടക്കുമ്പോൾ ഈ ഭാര്യ ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി, ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകൾ ഉടക്കി, അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. അന്ന് രാത്രികാലം അദ്ദേഹം വാടക വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഈ പ്രസവത്തോടുകൂടി എന്റെ ഭാര്യ മരിച്ചു പോകും. അദ്ദേഹത്തിന് അങ്ങനെ ചിന്തയുണ്ടാകുകയാണ്. ആ രാത്രികാലം ഈ കഠിനമായിരിക്കുന്ന വേദനയിൽ നിന്ന്, തന്റെ തൂലികയിൽ നിന്ന് എഴുതി വന്ന ഈ പാട്ടാണ് നമ്മൾ പാടിയത്. മരണദിനം വരുമളവിൽ മറഞ്ചേട് ഞാൻ നിൻ മാറുവിടത്തില്, എന്ത് കഷ്ടം വന്നാലും, ഏത് മരണം വന്നാലും, ഏത് ദുഃഖം വന്നാലും എന്റെ കർത്താവിനെ തള്ളിക്കളയത്തില്ല, കർത്താവ് എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് താൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ട പ്രഭാതത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു, ആ കുഞ്ഞും തന്റെ ഭാര്യയും സുഖമായിട്ടിരിക്കുന്നു എന്ന് കണ്ടു. അതിനുശേഷം എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഭാര്യ മരിച്ചു പോകുന്നത്.